സാർ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ജി സുധാകരൻ്റെ MLA ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നൊരു ചടങ്ങുണ്ടായിരുന്നു. AICC ജനറൽ സെക്രട്ടറി വേണുഗോപാൽ അടക്കമുള്ള UDFിലെ മുതിർന്ന പല നേതാക്കളും സംബന്ധിച്ച ചടങ്ങിലായിരുന്നു ആ ഉദ്ഘാടന കർമ്മം നടന്നത്. തൻ്റെ ഓഫീസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഉദ്ഘാടന വേളയിൽ ജി സുധാകരൻ കാര്യക്ഷമമായ രീതിയിൽ ചില കാര്യങ്ങൾ തുറന്നു പറയുകയുണ്ടായി. അതായത് 16ാം നിയമസഭയിൽ മുഖ്യമന്ത്രി VD സതീശൻ സംസാരിക്കുന്ന അവസരത്തിൽ ധനവിനിയോഗത്തെക്കുറിച്ച് സംസാരിച്ച വേളയിലെല്ലാം തന്നെ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കൾക്കിടയിൽ നിന്നും സഭയിലുണ്ടായിരുന്ന പിണറായി വിജയൻ അടക്കമുള്ള MLA മാരിൽ നിന്നും ഒരു രീതിയിലുള്ള പ്രതികരണം ഉണ്ടായിരുന്നില്ല. പിണറായി വിജയൻ അവിടെ ഒരു നനഞ്ഞ കോഴിയെപ്പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. K. ബാലഗോപാലന് ഒന്നും തന്നെ സംസാരിക്കാൻ അറിയില്ല. ഒരുപക്ഷെ തോമസ് ഐസക് ആ സഭയിലുണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ തക്കിട തരികിടയൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കുമായിരുന്നു. എന്നാൽ ഇടതുപക്ഷത്തിന് ഇത്രയും ശുഷ്കമായ രീതിയിൽ ഒരു വിഷയത്തെ അഡ്രസ് ചെയ്യാൻ പോലും കെൽപ്പില്ലാത്ത ആളുകളാണ് ഇപ്പോൾ നിയമസഭയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് ജി സുധാകരൻ പറഞ്ഞത്. അതിലെ ജി സുധാകരൻ്റെ പിണറായി വിജയൻ നനഞ്ഞ കോഴിയാണ് എന്നുള്ളൊരു പരാമർശം, അല്ലെങ്കിൽ VD സതീശൻ സഭയിൽ കത്തിക്കയറുമ്പോൾ പിണറായി വിജയൻ ഒരു നനഞ്ഞ കോഴിയെപ്പോലെ ഇരിക്കുകയായിരുന്നു എന്നുള്ള ജി സുധാകരൻ്റെ പരാമർശത്തിന് എതിരെ ഇന്ന് ആലപ്പുഴയിലെ മുൻ MLA ആയ പിണറായി വിജയൻ്റെ ആജന്മ ശത്രു എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന CPMലെ യുവനേതാവ് എന്ന് പറയപ്പെടുന്ന H. സലാമിൻ്റെ ഒരു FB കുറിപ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കള്ളു വാങ്ങിക്കൊടുത്താൽ ആർക്ക് അനുകൂലമായും ആർക്ക് പ്രതികൂലമായും പ്രസ്താവനകൾ ഇറക്കുന്ന തരത്തിലേക്ക് ജി സുധാകരൻ അധപ്പതിച്ചിരിക്കുന്നു എന്നാണ് H. സലാം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. തൻ്റെ FB കുറിപ്പിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നു. അതായത് സുധാകരൻ്റെ അഴിമതി വിരുദ്ധ മുഖം മൂടി കീറിയെറിയാത്തത് മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ കാരുണ്യം കൊണ്ടാണ്. പിണറായി പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ പിണറായിയുടെ കാരുണ്യം കൊണ്ട് തന്നെയാണ് ജി സുധാകരൻ അഴിമതി വിരുദ്ധനാണ് എന്നുള്ള ആ ഒരു പ്രതിച്ഛായ നഷ്ടപ്പെടുത്താതിരിക്കുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജി സുധാകരൻ പണപ്പിരിവ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണക്കുകളൊന്നും ലഭ്യമല്ല. പലരിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപയാണ് സുധാകരൻ പിരിച്ചത് എന്ന് H. സലാം പറയുന്നു. എന്നാൽ 2021 H. സലാമിൻ്റെ ആലപ്പുഴയിലെ പരാജയത്തെ തുടർന്ന് ഒരു അന്വേഷണ കമ്മീഷനെ CPM നിയമിക്കുകയുണ്ടായി. എൻ്റെ ഓർമ്മ എളമരം കരീം ഉൾപ്പെടെയുള്ള ആളുകളാണെന്ന് കമ്മീഷനിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. K. തോമസ്. അതിനുശേഷം ജി സുധാകരന് പാർട്ടി തല നടപടികൾ നേരിടേണ്ടതായി വന്നു. അന്നൊന്നും ജി സുധാകരൻ പണപ്പിരിവ് നടത്തിയെന്നോ അല്ലെങ്കിൽ അഴിമതി നടത്തിയെന്നോ ഒന്നും ഒരു പരാമർശം ആ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെയെങ്കിൽ ഇപ്പോൾ എങ്ങനെയാണ് H. സലാം ഇപ്പോൾ സുധാകരൻ അഴിമതിക്കാരനാണ് എന്ന് വ്യംഗ്യാർത്ഥം വരുന്ന രീതിയിൽ ഒരു FB കുറിപ്പിട്ടിരിക്കുന്നത്? ഇത് ദുരുപദിഷ്ടം തന്നെയാണ്. അതായത് നല്ല പ്രതിച്ഛായുള്ള ജി സുധാകരനെതിരെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ H. സലാം അമ്പലപ്പുഴയിൽ 8 നിലയിൽ പൊട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒരുപക്ഷെ CPMൻ്റെ വിമത സ്ഥാനാർത്ഥിയായി തന്നെ UDFിൻ്റെ പിന്തുണയോടുകൂടി തന്നെയാണ് ജി സുധാകരൻ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ളതും സലാമിനും CPMനും വലിയ ആത്മരോഷം ഉളവാക്കുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ സഭയിൽ പിണറായി വിജയൻ പോലും നനഞ്ഞ കോഴിയെപ്പോലെ ഇരിക്കുന്നു. ഒരു കാര്യം വായ തുറന്ന് പറയാൻ അറിയില്ല, വിവരമില്ല എന്ന രീതിയിലുള്ള ഒരു പ്രതികരണത്തെ എതിർക്കുന്നതിന് വേണ്ടി H. സലാമിൻ്റെ FB കുറിപ്പും വന്നിരിക്കുന്നു. താനൊഴികെ ബാക്കി എല്ലാവരും വിവരശൂന്യരാണ് എന്നാണ് ജി സുധാകരൻ്റെ ഭാവം എന്നുകൂടി സലാം തൻ്റെ FB കുറിപ്പിൽ പറയുന്നു. എങ്ങനെയാണ് ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ രാജ്മോഹൻ സാർ ഇതിനെ നോക്കിക്കാണുന്നത്? പ്രദീപ് ചൂണ്ടിക്കാണിച്ച ഭാഗം ശരിയാണ്. നിയമസഭയിലെ പിണറായി വിജയൻ്റെ ഇരിപ്പ് ഒരു നനഞ്ഞ കോഴിയെ പോലെയാണ് എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ ശക്തമായിട്ട് സുധാകരൻ്റെ ഭാഷയിൽ തന്നെ പറയാമായിരുന്നു. ഈ കോഴിയാകുമ്പോൾ പ്രശ്നമുണ്ട്. നല്ല വെയിൽ വന്ന ഒരു ഉണക്കം കിട്ടിക്കഴിഞ്ഞാൽ കോഴി നല്ല പോരുകോഴിയായിട്ട് അത് മാറും. ഇതങ്ങനെ നനഞ്ഞ കോഴി എന്ന് പറയുന്നതിനേക്കാൾ നല്ല നനഞ്ഞ ഒരു എലിക്കുഞ്ഞായിട്ട് പമ്മി മൂലക്കിരിക്കുന്നൊരു പിണറായി വിജയനായിരുന്നു നിയമസഭയിലുണ്ടായിരുന്നത്. അതുപോലെ റിയാസ് ഉണ്ടായിരുന്നു, തൊട്ട് പുറകിലത്തെ സീറ്റ് റിയാസ് ഉണ്ടായിരുന്നു. മരുമാനെ ആണ് ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ മരുമാൻ ഇരിക്കുന്നത് ഈ മെഴുക് പ്രതിമ പോലെ യാതൊരു എക്സ്പ്രഷനും ഇല്ലാതെ അവിടെ പോയി കുത്തിയിരിക്കുകയായിരുന്നു. അപ്പം മരവിച്ച ഒരു പ്രതിപക്ഷ നിര, ജീവനില്ലാത്ത പ്രതിപക്ഷ നിര ആണ് നിയമസഭയിൽ പ്രധാനപ്പെട്ട ചർച്ച ധവളപത്രത്തെക്കുറിച്ചും അങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ചും ചർച്ചയിൽ പങ്കെടുക്കാൻ CPMന് ആരുമില്ലാതെ പോയി എന്ന് പറയുമ്പം സലാം പറയുന്നത് സുധാകരനാക്കിയത് സുധാകരൻ്റെ അഴിമതി വിരുദ്ധ ഇമേജ് വളർത്തിയെടുത്ത് എല്ലാം പിണറായിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ സുധാകരൻ്റെ അഴിമതി വിരുദ്ധ ഇമേജ് പിണറായി വിജയൻ ആണ് വളർത്തിയെടുത്തതെങ്കിൽ
വളർത്തിയെടുത്ത രീതി പറയുന്നുണ്ട്. സുധാകരൻ കാണിച്ച 2021 തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള സന്ദർഭങ്ങളിൽ സുധാകരൻ കാണിച്ച അഴിമതികളെക്കുറിച്ച് പുറത്തു പറയേണ്ട എന്ന്, പരസ്യം ചെയ്യേണ്ട എന്ന് പറഞ്ഞത് പിണറായി വിജയനാണ് സലാമിനോട് പറഞ്ഞത്. അപ്പോൾ സലാമിനോട് പറഞ്ഞ പിണറായി വിജയൻ ഈ അഴിമതി അവിടെ മറയ്ക്കാൻ ശ്രമിക്കുകയാണ്. അതെന്തുകൊണ്ടാണ് സലാം വിശദീകരിക്കുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് സുധാകരനേക്കാൾ കൂടുതൽ അഴിമതി ചെയ്ത പിണറായി വിജയൻ, ആ അഴിമതികളെക്കുറിച്ച് കുറച്ചൊക്കെ സുധാകരനും അറിയാമായിരിക്കും. താൻ സുധാകരനെ പറ്റി ഇത് പറഞ്ഞാൽ നാളെ സുധാകരൻ തൻ്റെ അഴിമതികളെക്കുറിച്ച് പുറത്ത് പറയുന്നുള്ള ഭയം കൊണ്ട് മാത്രമായിരിക്കും അന്ന് പിണറായി വിജയൻ സലാമിനെയും നാസറിനെയൊക്കെ അവിടെ വിലക്കിയത്. സാർ ഒന്ന് ഇടയ്ക്ക് ഒന്ന് പറഞ്ഞോട്ടെ, ഇടപെട്ട് സംസാരിക്കുകയാണെന്ന് ധരിക്കരുത്. ജി സുധാകരൻ മന്ത്രിയായിരുന്നപ്പോൾ ഇന്നിപ്പോൾ ഈ കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാർ 2 ടൈം പൂർത്തിയാക്കുമ്പോൾ 10 വർഷം ഭരിക്കുമ്പോൾ ആ സർക്കാരിലുണ്ടായിരുന്ന മന്ത്രിമാരുടെ വകുപ്പുകളും ആ വകുപ്പുകളിൽ നടന്ന അഴിമതി എത്രയൊക്കെയാണെന്ന് നമുക്കറിയാൻ പറ്റും. ഏതൊക്കെ വകുപ്പുകളിലാണ് ഏതൊക്കെ അഴിമതികൾ എത്ര കണ്ട് കൂടുതൽ നടന്നത് എന്നുള്ളത് പരസ്യമാക്കപ്പെട്ട ചില കാര്യങ്ങൾ തന്നെയാണ്, അഥവാ മറനീക്കി പുറത്തു വന്നതാണ്. ഇവിടെയാണ് കൈയിട്ട് വാരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ടായിരുന്ന സഹകരണ വകുപ്പിലും ദേവസ്വം വകുപ്പിലും പൊതുമരാമത്ത് വകുപ്പിലുമെല്ലാം ജി സുധാകരൻ മന്ത്രിയായിരുന്നിട്ടുണ്ട്. അപ്പോഴൊന്നും ആ വകുപ്പുകളിൽ 1 രൂപയുടെ പോലും അഴിമതി ചൂണ്ടിക്കാണിക്കാൻ പ്രതിപക്ഷ നേതൃനിരയിലുള്ള ആളുകൾക്ക് പോലും സാധിക്കുമായിരുന്നില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ എച്ച് സലാമിനെ പോലുള്ള ആളുകൾ FB കുറിപ്പിലൂടെ ജി സുധാകരനെതിരെ ഇത്തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ ഉയർത്തുന്നത് പാർട്ടിയുടെ താല്പര്യപ്രകാരം, അതായത് എച്ച് സലാം പറയുന്നത് പോലെ പിണറായി വിജയന്റെ കാരുണ്യം കൊണ്ടാണ് ഇത് പൊളിച്ചെടുക്കാത്തത് എന്ന് പറയുമ്പോൾ പിണറായി വിജയന്റെ താല്പര്യം കൊണ്ട് തന്നെയാണ് എച്ച് സലാം ഇപ്പോൾ ജി സുധാകരനെതിരെ നീങ്ങിയിരിക്കുന്നത് എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? അല്ല, ഇതിനകത്ത് സാധാരണഗതിയിൽ സംഭവിക്കുന്നത് ഒരു അഴിമതി ആരോപണം ഉന്നയിക്കുമ്പോൾ ആ ആരോപണം ശരിയാണെങ്കിൽ പോലും അതിന് ആരോപണ വിധേയനാകുന്ന ആൾ ചെയ്യുന്ന ഡിഫൻസ് എന്ന് പറയുന്നത് ആരോപണം ഉന്നയിച്ച ആളിൻ്റെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എളുപ്പവഴി സുധാകരനും കൂടി അഴിമതിക്കാരനാകും. ഞങ്ങൾ അഴിമതിക്കാരാണ്, ഞങ്ങൾ കൊള്ളക്കാരാണ്, ഞങ്ങൾ കരിമണൽ കൊക്കും, അതിനുള്ള പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്, ഇതെല്ലാം പറയുമ്പം അപ്പോൾ സുധാകരനോട് അഴിമതിക്കാരനാണെന്ന് വരുത്തി കഴിഞ്ഞാൽ അവരുടെ ഭാഗം ക്ലിയറായി. ആ രീതിയിൽ സുധാകരനെ കൊണ്ടുവരാൻ നോക്കും. പക്ഷേ എല്ലാവരും പറയുമ്പോൾ പോലും സുധാകരൻ നമുക്ക് മാറ്റി നിർത്താം. കേരളത്തിലെ മന്ത്രിമാരിൽ ഏറ്റവും കുറവ് ചിലവ്, അതായത് വിദേശ പര്യടന ചിലവില്ല, മെഡിക്കൽ എയ്ഡ് ചിലവില്ല, യാത്രാ ചിലവില്ല, സർക്കാർ ചിലവില്ല, ഏറ്റവും കുറവ് ചിലവുള്ള ഇടതുപക്ഷ മന്ത്രി, ഇടതുപക്ഷം എങ്ങനെയാണോ ജീവിക്കേണ്ടത്, ഇടതുപക്ഷ നേതാവ് എങ്ങനെയാണോ പെരുമാറേണ്ടത് ആ രീതിയിൽ പെരുമാറുന്ന ആളായിരുന്നു സുധാകരൻ. അല്ല, ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ തികഞ്ഞ ആദർശനിഷ്ഠയോടുകൂടി അച്ചടക്കത്തോടുകൂടി ജീവിച്ച ഒരാൾ തന്നെയാണ് ജി സുധാകരൻ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല സംഭവങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആർഭാടരഹിതമായ ഒരു ജീവിതം. പലപ്പോഴും പല മന്ത്രിമാരും പല കളറിലുള്ള പല നിറത്തിലുള്ള ഷർട്ട് ഇട്ട് വരുന്നതിനെ കുറിച്ച് വരെ ജി സുധാകരൻ പരാമർശിച്ചതായി നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ തോമസ് ഐസക്കും KB ഗണേഷ് കുമാറും എല്ലാം വളരെ നിശിതമായി തന്നെ വിമർശിക്കപ്പെടുന്ന കാഴ്ചയും നാം കണ്ടിട്ടുണ്ട്. ലാളിത്യം എങ്ങനെയൊക്കെയാണ് സ്വന്തം ജീവിതത്തിൽ പകർത്താൻ സാധിക്കുക എന്നുള്ളതിൻ്റെ ഒരു പരിച്ഛേദം തന്നെയായിരുന്നു സുധാകരൻ്റെ ജീവിതം എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അതായത് ഈ 2026 മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ഥാനമൊഴിയുമ്പോൾ 10 വർഷക്കാലം ഭരിച്ച പിണറായി വിജയൻ്റെ മന്ത്രിസഭയിൽ 2 ടേമായിട്ട് ഭരിച്ച പിണറായി വിജയൻ്റെ മന്ത്രിസഭയിൽ എത്രത്തോളമാണ് അഴിമതി കൊടികുത്തി വാണിരുന്നത്. മുഖ്യമന്ത്രി തന്നെ വലിയൊരു അഴിമതിയുടെ പിടിയിൽപ്പെട്ട് ഉഴറുന്നതും സുപ്രീം കോടതിയിൽ കേസ് ഇരിക്കുന്നതെല്ലാം ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാം. ഇതുപോലെ തന്നെയായിരുന്നു പ്രമാദമായ ശബരിമല സ്വർണ്ണക്കൊള്ള കേസടക്കം. അതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കള്ളക്കടത്ത്, ലൈഫ് മിഷൻ കോഴ, AI ക്യാമറ സംവിധാനത്തിലെ കോഴ എന്നിങ്ങനെ നിരവധി അഴിമതി ആരോപണങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച് വന്നതും അതിൽ യാതൊരു തരത്തിലുള്ള എതിർപ്പുകളോ ഭിന്നിപ്പുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ ഒരു കേസ് കൊടുക്കാൻ പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് തയ്യാറായിരുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. നയതന്ത്ര ബാഗേജ് വഴി മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നു എന്ന് പറയുന്നത് ആ സ്വർണ്ണക്കള്ളക്കടത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ട ഒരു വനിത തന്നെയാണ്. അവരും ആ വിഷയത്തിൽ, സ്വപ്ന സുരേഷ്, അവരും ആ വിഷയത്തിൽ ജയിലിൽ കിടക്കുകയുണ്ടായി. പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഓഫീസ് കേന്ദ്രീകരിച്ചും അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്ന കോടിക്കണക്കിന് രൂപയുടെ അഴിമതികളാണ് സ്വപ്ന സുരേഷ് ഒന്നൊന്നായി പുറത്തുവിട്ടത്. ഇതിനെല്ലാം തൻ്റെ കയ്യിൽ വ്യക്തമായ തെളിവുകളുണ്ടെന്ന് പറയുമ്പോഴും അവർക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ കുടുംബക്കാർക്കോ CPM എന്ന പാർട്ടിക്കോ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ അതെല്ലാം സ്വപ്ന പറഞ്ഞ അഴിമതി ആരോപണങ്ങളെല്ലാം ശരിവയ്ക്കുന്നതായിരുന്നു. അഥവാ ആ അഴിമതി ആരോപണങ്ങളുടെ പുറകെ പോയി കൂടുതൽ പൊല്ലാപ്പിലേക്ക് ചെന്ന് ചാടണ്ട എന്ന് കണക്കാക്കി തന്നെയാണ് നിയമപരമായ പോരാട്ടത്തിന് പിണറായി വിജയനും CPM മുതിരാതിരുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ എച്ച് സലാം
സലാമിൻ്റെ FB കുറിപ്പിൽ ജി സുധാകരനെതിരെ ഇത്തരം പരാമർശങ്ങൾ ഉന്നയിക്കുമ്പോൾ അന്ന് സ്വപ്ന സുരേഷ് പിണറായി വിജയനും കുടുംബത്തിനും എതിരെ, പിണറായി വിജയൻ സർക്കാരിനുമെതിരെ ഉന്നയിച്ച അഴിമതി ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ സലാമിനെ പോലുള്ള ആളുകൾക്ക് അന്ന് FB പേജ് ഉണ്ടായിരുന്നില്ലേ, അതിനുള്ള കരുത്തുണ്ടായിരുന്നില്ലേ എന്നാണ് ഇപ്പോൾ പൊതുസമൂഹം ചോദിക്കുന്നത്. ഇപ്പോൾ സുധാകരൻ ഇപ്പോൾ അറ്റാക്ക് ചെയ്യാനുള്ള കാരണം നമ്മളറിയാതെ ഇൻവിസിബിൾ, നമുക്ക് അദൃശ്യമായിട്ട് തോന്നാം, പക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റ് പ്രസ്ഥാനം നമ്മളറിയാതെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. എന്തുമാത്രം കരുത്താർജിക്കുമെന്ന് അറിയാൻ പറ്റില്ല. ആദ്യം അത് TP രമയിൽ മാത്രം ഒതുങ്ങി നിന്നു, KK രമയിൽ മാത്രം ഒതുങ്ങി നിന്നു. പിന്നെ CP ജോണിലേക്ക് വന്നു, സുധാകരനിലേക്ക് വരുന്നു, കുഞ്ഞുകൃഷ്ണനിലേക്ക് വരുന്നു, TP ചന്ദ്രശേഖരന് ശേഷം KK രമ, TP ചന്ദ്രശേഖരന് KK രമ, പിന്നെ TK ഗോവിന്ദനിലേക്ക് വരുന്നു. ഇപ്പോൾ 5ഓ 6ഓ ആ രീതിയിൽ ചിന്തിക്കുന്ന പ്രതിനിധികൾ കേരള നിയമസഭയിലുണ്ട്. നാളെ ഇവരെല്ലാം പാർട്ടിയായിട്ടോ ഗ്രൂപ്പായിട്ടോ ഒത്തുകൂടുകയും ഇവർ പരസ്പരം സഹകരിച്ച് നിയമസഭയിൽ പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്താൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിപക്ഷത്തിൻ്റെ റെലവൻസ് അവിടെ പോകും. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ്, ആ ചേരിതിരിവ് മനസ്സിലാക്കിക്കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് CPI പോലും ഇപ്പം CPMനെ വെല്ലുവിളിക്കാൻ തയ്യാറാകുന്നത്. അതായത് ഇപ്പോൾ CPMന് പുതിയൊരു മുഖം വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ CPMന് സമാനമായ മറ്റൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേണമെങ്കിൽ രൂപപ്പെടാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. നിയമസഭയിൽ അവർക്ക് വേണ്ടത്ര പ്രാതിനിധ്യമുണ്ട് എന്ന് തന്നെയാണോ സാർ പറഞ്ഞു വരുന്നത്? BJP വലിയ ഗ്രൂപ്പല്ലേ അവർ? തീർച്ചയായും. CPI കൂടെ ഈ കൂട്ടത്തിലേക്ക് മാറുകയാണെന്ന് ഒരു സ്ഥിതി ഉണ്ടായാലോ? അത് TK ഗോവിന്ദൻ കോടിയേരി ബാലകൃഷ്ണന്റെ സ്മൃതി കുടീരം സന്ദർശിച്ച അവസരത്തിൽ തന്നെ ഇത്തരത്തിൽ ചില പരാമർശങ്ങൾ ഉയർന്നു വരികയുണ്ടായി. കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി ബാലകൃഷ്ണൻ, അതായത് പാർട്ടിയോട് കൃത്യമായ രീതിയിൽ അപമതിപ്പ് ഉള്ളത്, അഭിപ്രായ വ്യത്യാസമുള്ളത് കഴിഞ്ഞ തവണ ഒരു പച്ചക്കുതിര എന്നൊരു മാസികയിലൂടെ പോലും തുറന്നു പറഞ്ഞ വിനോദിനി അന്ന് TK ഗോവിന്ദന് തൻ്റെ ഭർത്താവിൻ്റെ സ്മൃതി കുടീരത്തിലും വീട്ടിലേക്കും സ്വീകരിച്ചപ്പോൾ ചില കാര്യങ്ങൾ പറയാതെ പറയുന്നുണ്ടായിരുന്നു. എന്നും കോടിയേരിയുടെ ഒപ്പം നിന്ന ആളുകൾ വീട്ടിൽ വരുമ്പോൾ ഞങ്ങൾ നിറഞ്ഞ മനസ്സോടുകൂടി രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ അവർ സ്വീകരിക്കും എന്ന് പറയുമ്പോൾ തീർച്ചയായും TK ഗോവിന്ദനും PV കുഞ്ഞികൃഷ്ണനും ജി സുധാകരനും അടക്കമുള്ള ഒരു വൻ നിര നേതാക്കൾ തന്നെ CPMൻ്റെ നയ വ്യതിയാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു. ഇവരെല്ലാവരും ചേർന്ന് CPMനെതിരെ പുതിയൊരു അച്ചുതണ്ട് രൂപപ്പെടുകയാണെങ്കിൽ തീർച്ചയായും കേരളത്തിൽ CPM മറ്റൊരു ധ്രുവീകരണത്തിന് കൂടി സാക്ഷ്യം വഹിക്കേണ്ടതായി വരും. CPM ആസന്നമായ ഭാവിയിൽ ഒരു പിളർപ്പിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ രാജ്മോഹൻ സാർ സൂചിപ്പിച്ചതുപോലെ ഇത് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം അത്രയൊന്നും സാധ്യതയില്ലാതെ ഒരു അവസരത്തിലായിട്ട് പോലും പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിന് വേണ്ടി CPI വിലപേശിക്കൊണ്ട് CPMനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കപ്പെടുമ്പോൾ CPM പുതിയൊരു, അല്ലെങ്കിൽ CPMൽ നിന്ന് വിട്ടുപോകുന്ന ആളുകൾ പുതിയൊരു ചിന്താധാരയിലേക്ക് നീങ്ങുന്നു, CPMനെതിരായി മറ്റൊരു ബദൽ വരുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? അല്ല, CPMനെതിരായ ഒരു ബദൽ വന്നേ അനിവാര്യം. കേരളത്തിൽ മാത്രമല്ല മറ്റ് പല സംസ്ഥാനങ്ങളിലും വേണം. കാരണം CPM ഇപ്പോൾ BJPക്ക് അവരുടെ നയങ്ങൾ നടപ്പാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പാർട്ടിയായിട്ട് ആര് മാറി? CPM മാറി. CPM ഇവിടെ ചെയ്യുന്ന ജോലി, ഇപ്പോൾ ഉദാഹരണത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്, അല്ലെ 60% 70% വോട്ട് എന്ന് പറയുന്നത് ഈഴവ കമ്മ്യൂണിറ്റിയാണ്. വെള്ളാപ്പള്ളി നടേശനും പിണറായി വിജയനുമായിട്ട് വലിയ സൗഹൃദങ്ങളുണ്ടായിരുന്നു. ക്രമത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ചവിടുമാറി ചവിട്ടുകയും UDF ആയിട്ട് എടുക്കാനുള്ള ശ്രമങ്ങൾ കേരളമോദി വഴി നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടതായിട്ടാണ് കാണുന്നത്. കുറേ UDF നേതാക്കൾ വെള്ളാപ്പള്ളിയായിട്ട് വ്യക്തിപരമായി ബന്ധം പുലർത്തുന്നവരുണ്ട്, ബിന്ദു കൃഷ്ണ പോലുള്ളവരെ. എന്നാൽ പോലും ഇത് മൊത്തത്തിൽ ഈ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഈഴവ കമ്മ്യൂണിറ്റിയെ പതുക്കെ ഇടതുപക്ഷത്തു നിന്ന് അകലുന്ന ഈഴവ കമ്മ്യൂണിറ്റിയെ UDFലേക്ക് പോകാതെ BJPയുടെ ചേരിയിൽ എത്തിക്കുക എന്നുള്ള ദൗത്യം, അത് ആണ് ഇവിടെ വേറെ തരത്തിൽ വർക്കൗട്ടാകുന്നത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPMലെ കുറേ നേതാക്കന്മാർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടല്ല. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് BJP ഇപ്പോൾ കളമാറ്റി ചവിട്ടിച്ചിരിക്കുന്നത്, പിണറായി വിജയനെ കൈവിട്ടിരിക്കുന്നത് എന്നുള്ളൊരു നിരീക്ഷണം കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, സുധാകരൻ്റെ നിയമസഭാ പ്രസംഗത്തിൽ ഒരു കാര്യം കൂടെ ചോദിച്ചു. നിങ്ങൾ ആരെങ്കിലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ച ഒരൊറ്റയാൾ പ്രതിപക്ഷത്തുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ രണ്ട് കാരണങ്ങളാണ്. പ്രതിപക്ഷത്തു നിന്ന് ഒരൊറ്റയാൾ പോലും ഞാൻ വായിച്ചിട്ടുണ്ട് എന്ന് പറയാൻ സുധാകരനോട് മറുപടി കൊടുക്കാൻ ഒറ്റ MLA പോലും ഇല്ലായിരുന്നു. പക്ഷെ വായിച്ചവരവിടെ ഉണ്ടായി കാണും. പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പം, വായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തുടർ ചർച്ച വന്നാൽ അതിനെക്കുറിച്ച് പറയാൻ ഇവർക്കൊന്നും അറിയത്തില്ല. തീർച്ചയായും സുധാകരൻ അതിനെക്കുറിച്ച് വളരെ അവഗാഹമായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നിങ്ങളുടെ ജീവിത രീതി തന്നെ അതിനനുസൃതമാണോ എന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ പറ്റാത്ത രീതിയിൽ വെട്ടിലാകും എന്ന് നേതാക്കന്മാർക്ക് അറിയാം. സുധാകരൻ നാളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സൃഷ്ടിക്കാൻ പോകുന്ന തലവേദന. ഇപ്പോൾ സുധാകരൻ്റെ വാചകം ആലപ്പുഴ ജില്ലയിൽ ഒതുങ്ങുന്നതല്ല, സലാം ഇവർ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ്, കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദൻ ഇവരെല്ലാം ഐഷ പോറ്റിയൊക്കെ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് കേരളം മൊത്തം ഉണ്ടായി. അതിൻ്റെ
അതിനിടയ്ക്ക് പിണറായി വിജയനുള്ള ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് എ കോമ്പിനേഷൻ ഓഫ് ഫോഴ്സസ്, പലതരത്തിലുള്ള വൈരുദ്ധ്യമുള്ള ഫോഴ്സുകൾ പോലും ചേർന്നാണ് പിണറായി വിജയനെ ഇതുപോലെ ഇത്ര ദയനീയമായി മൂലക്കിരുത്തിയിരിക്കുന്നത്. ഈ പിണറായി വിജയന് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പാതയിലേക്ക് പോകാൻ പറ്റാൻ സാധ്യതയില്ല. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം സമ്മതിക്കണമെന്നില്ല. പകരം CPM-ന് ലീഡർഷിപ്പ് കൊടുക്കാൻ ആരുണ്ട്? ഇത് CPI മനസ്സിലാക്കുന്നുണ്ട്. ക്യാപ്റ്റന് പകരം ഒരു കൊതുമ്പുവെള്ളം തുഴയുന്നവൻ പോലും കപ്പാസിറ്റി ഉള്ളവൻ ഇന്ന് CPM-ലില്ല. മാത്രമല്ല, ഇപ്പോൾ പ്രതിപക്ഷ നേതൃ സ്ഥാനത്തിരിക്കുന്ന പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മകളുടെ പേരിൽ നടക്കുന്ന ED കേസ് അത് കാലക്രമേണ അന്വേഷണത്തിലൂടെ പിണറായി വിജയനിലേക്കും എല്ലാം എത്തും എന്നുള്ളൊരു ധാരണയിൽ സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന മറ്റൊരു കേസായ ലാവ്ലിൻ കേസ്, ഇതിലെല്ലാം താമസിയാതെ ഏതെങ്കിലും തരത്തിലുള്ള നിയമവ്യവഹാരങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് പിണറായി വിജയൻ മാറി നിൽക്കേണ്ടതായി വരും എന്നുള്ള ഒരു വിശ്വാസം കൂടി ഇല്ല. മറ്റൊരു MLA AC മൊയ്തീൻ മറ്റേ കേസ് കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം CPM-ന്റെ മുന്നിൽ നിൽക്കുമ്പോൾ തീർച്ചയായും ഇതൊരു വലിയ തലവേദനയായി അവിടെ മാറുന്നു. അവിടെയാണ് G. സുധാകരനെ പോലുള്ള ആളുകളെ പ്രതിരോധിക്കാൻ ശേഷിയില്ലാതെ നനഞ്ഞ കോഴിയുടേത് പോലെ സാറ് വിശേഷിപ്പിച്ച പോലെ എന്താണ് നനഞ്ഞ എലിയെ പോലെയൊക്കെ ഇരിക്കുന്ന ആളുകൾ CPM-ന്റെ പ്രതിനിധികളായി നിയമസഭയിൽ ഇരിക്കുമ്പോൾ സുധാകരനെ പോലുള്ള ആളുകൾ ഗർജിക്കുന്ന സിംഹങ്ങളായി മാറുന്നു. എന്തായാലും സലാമിൻ്റെ ഈ FB കുറിപ്പ് കൊണ്ടൊന്നും G. സുധാകരൻ്റെ ആദർശമുഖം വലിച്ചു കീറാൻ സാധിക്കില്ല എന്നുള്ളതാണ് കേരളീയരും പല രീതിയിൽ പല മാധ്യമങ്ങളുടെ കമൻറ്റ് ബോക്സുകളിൽ വന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, സലാമിനെതിരെ പൊങ്കാലയിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പിണറായി വിജയൻ നനഞ്ഞ കോഴിയാണോ, CPM ഇനി ഈ നനഞ്ഞ കോഴിയെ ഉയർത്തി കാണിച്ചുകൊണ്ടൊരു കോഴിയംഗത്തിന് മുതിരുമോ എന്നുള്ളതെല്ലാം നമുക്ക് വഴിയെ കണ്ടറിയാൻ കാത്തിരിക്കുക.